വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ച കാരശ്ശേരി ബാങ്ക് സംരക്ഷണ സമിതി നേതൃത്വത്തിൽ കാരശ്ശേരി ബാങ്കിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് ബാങ്ക് സംരക്ഷണ സമിതി ചെയർമാനും CPM ഏരിയ സെക്രട്ടറിയുമായ VK വിനോദ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് UDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ കാരശ്ശേരി ബാങ്ക് അഡ്മിനിസ്ട്രേറ്ററായി വന്ന ആളുടെ നേതൃത്വത്തിൽ ബാങ്കിനെ നശിപ്പിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും അഴിമതിക്കാരും ബാങ്കിന് ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തിയവരുമായ ആളുകളെ വെച്ചാണ് അഡ്മിനിസ്ട്രേറ്റർ ഭരണം നടത്തുന്നതെന്നും ആരോപിച്ചാണ് ബാങ്ക് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. കോടിക്കണക്കിന് രൂപ ബാങ്കിൽ തിരിമറി നടത്തിയെന്ന ആരോപണം നേരിടുന്ന പിരിച്ചുവിട്ട ചില മുൻ ഭരണസമിതി അംഗങ്ങളും ബാങ്കിലെ മെമ്പർമാർ പോലും അല്ലാത്ത ചിലരും ചേർന്ന് ബാങ്കിൻ്റെ സുഗമമായ പ്രവർത്തനം അട്ടിമറിക്കുകയും കാരശ്ശേരിയിലെ ജനങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ബാങ്കിനെ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിക്കുകയുമാണെന്നും മാർച്ചിൽ പങ്കെടുത്തവർ പറഞ്ഞു. ഓഡിറ്റ് ഒബ്ജക്ഷൻ്റെ ഭാഗമായി തരം താഴ്ത്തപ്പെട്ട ആളും മറ്റൊരു ബാങ്കിൽ ജീവനക്കാരനുമായിരുന്ന ആൾ മെയിൻ ബ്രാഞ്ചിൽ വന്ന് അഡ്മിനിസ്ട്രേറ്ററെ നിയന്ത്രിക്കുകയാണ്. അവിടെ വരുന്ന A ക്ലാസ് മെമ്പർമാരോട് വളരെ മോശമായ രൂപത്തിൽ പെരുമാറുന്നതായും ആരോപണമുണ്ടെന്നും സമരക്കാർ പറഞ്ഞു. മാർച്ചിന് ശേഷം നടന്ന ധർണ ബാങ്ക് സംരക്ഷണ സമിതി ചെയർമാനും CPM ഏരിയ സെക്രട്ടറിയുമായ VK വിനോദ് ഉദ്ഘാടനം ചെയ്തു. സംരക്ഷണ സമിതി ചെയർമാൻ KP ഷാജി അധ്യക്ഷനായി. കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ നേതാവ് KT ബിനു, ബാങ്ക് സംരക്ഷണ സമിതി കൺവീനർ K ശിവദാസൻ, കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G അബ്ദുൽ അക്ബർ, വൈസ് പ്രസിഡന്റ് M ദിവ്യ, C ദേവരാജൻ, KP വിനു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.